Hello, welcome to Petsncrafts. This is Anju. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു wall plate ആണ്. പെയിന്റിംഗ് കുറേ അറിയണമെന്നൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡ് കൂടെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പഴയ പ്ലേറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു wall decor ആക്കാൻ പറ്റിയ സംഭവമാണിത്. ഈസി ആയിട്ട് ചെയ്യാം. അതിന്റെ ഫുൾ ട്രിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതുപോലെ ഒരു wall decor ഉണ്ടാക്കിയിട്ട് എങ്ങനെ wall decorate ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്ന് നമുക്ക് എങ്ങനെ ഇതേപോലത്തെ ഒരു മ്യൂറൽ ആർട്ട് ചെയ്തിട്ടുള്ള വാൾ പ്ലേറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു മെലാമിൻ പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്പ്രേ പെയിൻ്റ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് കോട്ടായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാരണം അക്രിലിക് ആകുമ്പോൾ നമ്മൾ കുറേ കോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം സ്പ്രേ പെയിൻറ്റ് ഒരു 2 കോട്ട് അടിച്ചിരിക്കുകയാണ്. ഇതേപോലെ കാർബൺ കോപ്പി വെച്ചിട്ട് ഈ പേപ്പർ ട്രേസ് ചെയ്തു. കാർബൺ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാനത് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഒരു ട്രേസ് ചെയ്യാനുള്ള ഒരു കോപ്പി ചെയ്യാനുള്ള ഒരു ഹാക്കാണ്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. അത് വെച്ചിട്ട് ഞാൻ ഈ പിക്ചർ ഇതിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ നമ്മുടെ സ്പ്രേ പെയിൻ്റ് ആയ കാരണം തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വരച്ചതിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്യാനൊക്കെ ഈസി തന്നെയാണ്. ഞാൻ യെല്ലോ ഓക്കർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പെയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ഔട്ട്ലൈൻ ചെയ്യാറ്. അത്ര വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യാറില്ല. എന്നിട്ട് യെല്ലോ ഓക്കർ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഓൾമോസ്റ്റ് കിരീടമൊക്കെ ഉള്ള ആ പോർഷനിലൊക്കെ യെല്ലോ ഓക്കർ ബേസ് കോട്ടായിട്ട് കൊടുക്കുകയാണ്. ഇത് കറക്റ്റ് ഒരു മ്യൂറൽ പിക്ചർ അല്ല, പക്ഷേ നമുക്കൊരു മ്യൂറൽ മാതിരി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യണത്. ഒരു ഷെയ്ഡ് മാതിരിയൊക്കെ കൊടുത്തിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ കുറച്ച് കളേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഡെക്കോർ ആക്കി ഈ പ്ലേറ്റിനെ മാറ്റാം. നമ്മുടെ വീട്ടിൽ ഇതേപോലെ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള വല്ല പ്ലേറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പെയിൻറ്റിംഗ് ആണിത്. ഞാനിപ്പോൾ 2 കോട്ട് യെല്ലോ ഓക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയ്ഡായിട്ടുള്ള പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ റെഡ് കൊടുക്കാനുള്ള സ്ഥലങ്ങളിൽ റെഡ് കൊടുക്കാം. ഞാൻ ആദ്യം ബ്ലൂ കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ച കാരണമാണ് ഈ ബ്ലൂ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഇതിൽ നമ്മുടെ ബേസ് നമ്മൾ മറ്റേ സ്പ്രേ പെയിൻ്റ് ആയ കാരണം തന്നെ ഇതിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ അക്രിലിക് പെയിൻറ്റിൽ മ്യൂറൽ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഈ വെള്ളം ഉണ്ടാവുമ്പോൾ ഈ പെയിൻ്റ് ആയിട്ടുള്ള കാരണം ഇതിലത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല. ആ വെള്ളത്തിൻ്റെ ഒരു ഇങ്ങനെ ഒരു മിക്സ് മാതിരി ഇങ്ങനെ ഡ്രൈ ആവാത്ത മാതിരി നിൽക്കും. അപ്പോൾ അതൊരു രണ്ടാമത്തെ കോട്ടിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അത് സെറ്റാവും. എനിക്ക് ഫേസൊക്കെ ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം കൂടുതലുണ്ടായത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ കിരീടത്തിൻ്റെ ഒക്കെ ഭാഗത്തെ ഫുള്ള് ഷെയ്ഡിങ്ങും കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ റെഡ് വെച്ചിട്ട് ഇതിൻ്റെ ഈ കിരീടത്തിൻ്റെ ചില പോർഷൻസിൽ ഡാർക്കായിട്ട് കൊടുക്കുകയാണ്. ഈ റെഡും ഞാൻ 2 കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കോട്ട് അടിച്ച് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് ആ കളറ് നന്നായിട്ട് എടുത്ത് കാണുള്ളൂ. ഇത് ചിലപ്പോൾ മേ ബി ഇതിൻ്റെ ബേസിൽ നമ്മൾ മറ്റേ സ്പ്രേ പെയിൻ്റ് ആക്കിയ കാരണമായിരിക്കും. അക്രിലിക് ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഒരേ മീഡിയം ആകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവാനും പെയിൻറ്റ് പെട്ടെന്ന് ഫിക്സ് ആവാനും അതാണ് നല്ലത്. ഫേസ് ചെയ്യുമ്പോൾ ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലൂ കളർ ആയത് കാരണം തന്നെ നല്ല വെള്ളം ഞാൻ മിക്സ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര ഈസി ആയിട്ട് ഇതിൽ പിടിക്കണില്ല എന്നുള്ളത്. പിന്നെ സെക്കൻഡ് കോട്ട് അടിച്ചപ്പോഴാണ് അത് ക്ലിയർ ആയത്. ബ്ലൂ ആവുമ്പോൾ ആദ്യം തന്നെ ഡാർക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഡാർക്കായി പോയാലോ എന്നുള്ളതിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്.
ഇനി ഞാൻ ഈ കിരീടത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ ബ്ലൂ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യാണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഈ പിക്ചർ ഫിനിഷായി. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ചെയ്യാനുള്ളൂ. ഒരു പ്രിങ്കിൾസിൻ്റെ ക്യാനിൽ മ്യൂറൽ പിക്ചർ ചെയ്യണത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടാം. ഞാൻ സെയിം അതേ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് വാളിൽ കിടക്കണ കാണുമ്പോഴും നല്ല രസമുള്ള മാതിരി തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെമൺ യെല്ലോ ബേസ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൽ ഇതേപോലെ ഗ്രീൻ കളറ് ഇങ്ങനെ ഒരു സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പിക്ചർ കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്കും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർണിഷ് കൊടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ഔട്ട്ലൈൻസും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാം. വാർണിഷ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന വാർണിഷ് ഒരു മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. ഗ്ലോസി ഫിനിഷ് ഉള്ളതാണെങ്കിൽ നല്ല തിളക്കുണ്ടാവും. ഞാനിപ്പോൾ തിളക്കമില്ലാത്ത ടൈപ്പ് വാർണിഷാണ് ചെയ്യണത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. അത് പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതൊരു 2 കോട്ട് അടിക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും എത്തും. അതോടെ നമ്മൾ ചെയ്ത പെയിൻറ്റ് അവിടെ ഫിക്സ് ആവുകയും ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റ് കളേഴ്സ് കൊടുക്കുമ്പോഴാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. അത് ഞാനൊന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫിക്സ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ഫിക്സ് ചെയ്യാനും അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ യൂസ് ചെയ്യണ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഞാൻ മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ പെപ്സിയുടെ ഒക്കെ ക്യാനിൽ ഉണ്ടാവണ ആ ഒരു ഓപ്പണർ മാതിരത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് ഒരു സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഹാങ് ചെയ്യാം. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി വാൾ ഡെക്കോറാണ്. അധികം ടൈമും വേണ്ട. പഴയ നമ്മുടെ കയ്യിൽ പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.